ഹെൽമെറ്റ് ഒക്കെ നോക്കിയെടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് സൈസ് നോക്കിയെടുക്കുക. അത് അല്ലെങ്കിൽ ഇതേപോലെ ഹെൽമെറ്റ് മാറേണ്ടി വരും. ബെൽ ഹെൽമെറ്റ് ശരിക്കും മിസ് ചെയ്യും എന്തായാലും. വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കോച്ചിങ് മൈ ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെയും പുതിയ ഹെൽമെറ്റ് എടുക്കുക അല്ലേ? യെസ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ ഈ ബെല്ലിൻ്റെ മോട്ടോക്രോസ് ഹെൽമെറ്റില്ലേ, ഇത് ഈ ഹെൽമെറ്റ് എനിക്കിപ്പോൾ കുറച്ച് ലൂസായി. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എൻ്റെ സൈസ് ചെയ്യുന്നത് എസ് ആണ്. പക്ഷേ എസ് എനിക്ക് ഈ ഹെൽമെറ്റ് വെച്ചപ്പോൾ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എം എടുത്ത് കുറച്ച് യൂസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട്. പൊടിക്ക് അധികമില്ല, ബട്ട് സ്റ്റിൽ അത്ര ലൂസ് വന്നാലും നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കരുത്. അത് മാക്സിമം ടൈറ്റുള്ള ഹെൽമെറ്റ് തന്നെ ഉപയോഗിക്കുക. അതാണ് നമ്മുടെ സേഫ്റ്റിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചോദിക്കും മച്ചാനെ എവിടെ നിന്നാണ് ഇത്രയും പൈസ പുതിയ ഹെൽമെറ്റൊക്കെ എടുക്കാനെന്ന്. അപ്പോൾ എൻ്റെ പൈസ തന്നെ ക്രെഡിറ്റ് കാർഡിൽ നിന്നാട്ടോ. എൻ്റെ ഈ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങുന്നത്. ക്രെഡിറ്റ് കാർഡ് കുറേ കാര്യത്തിനൊക്കെ അടിപൊളിയാണ്, കുറേ മോശവും കുറേ നല്ല ഭാഗമുണ്ട്. ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ മോശം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് സമയത്ത് പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജസ് വരും, എക്സ്ട്രാ ചാർജസ്, ഫൈന്, പിന്നെ ഇത്ര ശതമാനം അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ആകെ തലവേദനയാണ്. പക്ഷേ കറക്റ്റ് സമയത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലും കാര്യങ്ങളും അടച്ചാണ്ടല്ലോ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു അത്യാവശ്യ സമയത്ത് നമുക്ക് എപ്പോഴും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഈ ഒരു ആപ്പ് അടിപൊളി ആപ്പായിരിക്കും. ക്രെഡ് ആപ്പ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് അതിൽ കുറേ നമ്മുടെ കയ്യിലുള്ള ക്രെഡിറ്റ് കാർഡ്സൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. എൻ്റെ കയ്യിൽ പറഞ്ഞേ ഉള്ളൂ, ഒന്നിൽ അധികം ഉള്ളവർക്കും അത് അടിപൊളിയായിരിക്കും. കാര്യം നമ്മൾ ഓരോ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് കാർഡായിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ആപ്പ് അല്ലെങ്കിൽ ഓരോ ബാങ്കിൽ കയറി നമ്മൾ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ക്രെഡ് ആപ്പിൽ നമുക്ക് എല്ലാ ബാങ്കിൻ്റെയും അല്ലെങ്കിൽ എല്ലാ ക്രെഡിറ്റ് കാർഡും ഒറ്റ ആപ്പിൽ തന്നെ ചെയ്ത് നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ ക്രെഡ് ആപ്പ് വെച്ച് നമ്മൾ ബിൽ പേയ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കുറേ വൗച്ചേഴ്സും ക്യാഷ് ബാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ബിൽ പേയ്മെൻറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും ഹിഡൻ ചാർജസ് ഉണ്ടെങ്കിൽ ക്രെഡ് ആപ്പ് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അത് കൂടാണ്ട് നമ്മുടെ ബിൽ പേയ്മെൻറ്റിൻ്റെ ടൈം ആകുമ്പോൾ നമുക്ക് ക്രെഡ് ആപ്പ് നമ്മൾക്ക് റിമൈൻഡറും തരും കേട്ടോ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാര്യം ബിൽ പേയ്മെൻ്റ് ആണെങ്കിൽ ഏറ്റവും വലിയ തലവേന. അപ്പോൾ അത് നമുക്ക് എപ്പോഴും റിമൈൻഡറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. ക്രെഡ് ആപ്പിൽ സൈനപ്പ് ചെയ്യാൻ വേണ്ടി മിനിമം 750 ക്രെഡിറ്റ് സ്കോർ വേണം. അത് കറക്റ്റായിട്ട് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കറക്റ്റ് 750 എബവ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതൊരു വിഷയമല്ല. അപ്പോൾ മിനിമം 750 ക്രെഡിറ്റ് സ്കോർ വേണം ക്രെഡ് ആപ്പിൽ സൈനപ്പ് ചെയ്യാൻ. അപ്പോൾ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഭയങ്കര അടിപൊളി ആപ്പായിരിക്കും നമ്മുടെ ക്രെഡ് ആപ്പ്. അപ്പോൾ നമുക്കിനി ഹെൽമെറ്റ് എടുക്കാൻ പോകാം. അപ്പോൾ ഞാനിപ്പോൾ വന്നേക്കുന്നത് നമ്മുടെ ഓട്ടോക്വീൻ കല്ലൂർ ഷോപ്പിലാട്ടോ. അതായത് നമ്മൾ സ്ഥിരം ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുക്കണേ. അപ്പോൾ ഞാൻ ഓഫ് റോഡ് ഹെൽമെറ്റ് തന്നെ നോക്കണം. കാര്യം നമ്മൾ ബെല്ലിൻ്റെ ഹെൽമെറ്റ് ആണല്ലോ നമ്മൾ വിൽക്കാൻ വേണം. അപ്പോൾ ഓഫ് റോഡ് ഹെൽമെറ്റ് ഇവിടെ പുതിയതുള്ളതെന്ന് വെച്ചാൽ നിർത്തണം. അത് THC എന്ന ബ്രാൻഡിൻ്റെ ഹെൽമെറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. വേറെ ഓഫ് റോഡ് ഹെൽമെറ്റ് ഇരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എയറോയുടെ ഹെൽമെറ്റ് ഇരിപ്പുണ്ട്. എയറോയുടെ ഇത് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇതൊരു 18,000 റുപ്പീസ് ഉണ്ട്. പിന്നെ ഇതും സെയിം തന്നെയാണ്. പിന്നെ നമ്മുടെ ബെല്ലിൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ അത് എനിക്ക് ലൂസായി പോയി, ചതി. പിന്നെ ഇത് ഏതാണ്? ഇത് 13,500 റാപ്പ്. റാപ്പ്, യെസ്. എയറോയുടെ റാപ്പ് ഉണ്ട് 13,500-ൻ്റെ. ഇവിടെ എല്ലാം എയറോയുടെ റാപ്പ് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇത് 12,500-ൻ്റെ അല്ലേ? എയറോയുടെ 12,500-ൻ്റെ മോഡൽ ഇവിടെ ഇരിപ്പുണ്ട് ഓഫ് റോഡ് ഹെൽമെറ്റ്. ഇപ്പം ഇത്രയാണ്. പിന്നെ LS2-ൻ്റെ ഇത് മറ്റേ അഡ്വഞ്ചർ ഹെൽമെറ്റ് ആണല്ലേ? ഇത് അഡ്വഞ്ചർ ഹെൽമെറ്റ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്ര ഓഫ് റോഡ് ഹെൽമെറ്റ് ആയിരിക്കണം. പിന്നെ ഇത് എൻ്റെ സെയിം ഹെൽമെറ്റിൻ്റെ വേറെ മോഡലാണ്, മോൺസ്റ്റർ എനർജി മോഡലായിരിക്കണം. അപ്പോൾ ഇത്ര ഹെൽമെറ്റ് ഇത്രയല്ലോ ഓഫ് റോഡ് വേറെ ഉണ്ടോ? അവിടെ ഇരിക്കണ ഏതാ? ആ സൈഡിൽ ബെല്ലിൻ്റെ അഡ്വഞ്ചർ ഹെൽമെറ്റ് ഇരിക്കുന്നുണ്ട്. പിന്നെ അത് എയറോഡൊക്കെ തന്നെ സെയിം. ഇതാണ് നമ്മുടെ THCൻ്റെ. ഞാൻ THCൻ്റെ ഫുൾ മോഡൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു. ഇത്രയും ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഇതാട്ടോ. ഈ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാര്യം ഇതല്ലേടാ സ്റ്റാൻഡേർഡ്. കാര്യം എൻ്റെ വണ്ടി വൈറ്റ് ആൻഡ് റെഡ് ആണ്. വൈറ്റ് ആൻഡ് റെഡിൽ എനിക്ക് തോന്നുന്നു വേറൊരു കളർ കോമ്പിനേഷൻ ഇല്ലല്ലോ. ഇത് ബ്ലൂ റെഡ് തന്നെ വേറെ ഒന്നും ഇല്ലല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് തോന്നുന്നു ഏറ്റവും മാച്ച് ആവാൻ വേണം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലേ? അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇത് ഏതിൻ്റെ വിലക്കിടോ? ഇത് അത് മറ്റേ ആൽപൻ സ്റ്റാറോ? ഇതാട്ടോ ഹെൽമെറ്റ്. ഇത് നല്ല കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. സെറ്റാണ് ഇത്. ഇത് എത്ര ഉണ്ട് റേറ്റ്? ഇത് 6,900 വരും. 6,900 അല്ലേ? ഗോഗിൾസ് വേറെ വാങ്ങണം? ഗോഗിൾസ് സെപ്പറേറ്റ് വാങ്ങണം. 6,900 റേറ്റ് ഉണ്ട് ഇതിൻ്റെ. ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പക്ഷേ ഞാൻ എൻ്റെ റെഡും വൈറ്റും എന്തായാലും മിസ് ചെയ്യട്ടോ. എന്തായാലും അത് കറക്റ്റ് സാധനം ഇത് എൻ്റെ വണ്ടിക്ക്. പക്ഷേ അത് ചെറുതായി പോയി. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുക്കാൻ ഉദ്ദേശിച്ച THCൻ്റെ ഹെൽമെറ്റ് കേട്ടോ. 6,999 അല്ലേ? 6,999
ഡോട്ട് സർട്ടിഫൈഡ് ആണ്. പിന്നെ ഞാൻ ഇപ്പോൾ എടുക്കണ സ്മോൾ സൈസാണ്. എൻ്റെ ബെല്ലിൻ്റെ ഹെൽമെറ്റ് എനിക്ക് മീഡിയം ആയിരുന്നു, വെച്ചപ്പോൾ ടൈറ്റ് ആയിരുന്നു. കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ലൂസായി. ഈ ഭാഗത്ത്, ഈ ചിന്നിൻ്റെ ഭാഗത്ത്, ഇവിടെയൊക്കെ കറക്റ്റാണ്, ചിന്നിൻ്റെ ഭാഗത്ത് കുറച്ച് ലൂസായി. അപ്പോൾ അതുകൊണ്ട് എനിക്കത് മാറേണ്ടി വന്നു. പിന്നെ ഇവിടെ വേറെ ബ്രാൻഡ് ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ബിൽമോള ഇരിപ്പുണ്ട്. ബിൽമോള ഒരു കുറേ സെറ്റ് ഇരിപ്പുണ്ട്. ബിൽമോളയുടെ ഒന്ന് എടുത്ത് കാണിച്ചിട്ട് രണ്ടെണ്ണം. അതെ, ഈ മോഡലൊക്കെയാണ് ബിൽമോളയുടെ ഇരിക്കുന്നത്. ഈ മോഡൽ ബിൽമോളയുടെ ഈ മോഡൽ ഹെൽമെറ്റൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ആക്സോറിൻ്റെ ഹെൽമെറ്റ് LS2 സോളിൻ്റെ കുറേ പുതിയ റേഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ഇതേതാ സോളിൻ്റെ ഒരെണ്ണം എടുത്ത്. ഇതാണ് സോളിൻ്റെ ഹെൽമെറ്റ്. സോളിൻ്റെ ഇത് ഏത് മോഡലാണ്? ലൈറ്റ് ഉള്ളതാണ്, ലൈറ്റ് ഇല്ലാത്ത മോഡലാണ് സോളിൻ്റെ. എത്ര? 6290. അപ്പോൾ ലൈറ്റ് ഉള്ള 7300 അല്ലേ? ലൈറ്റ് ഉള്ളതാകുമ്പോൾ 7300 റേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ഹെൽമെറ്റ്. ഞാൻ ജസ്റ്റ് വേണമെന്ന് അപ്പുറത്തെ റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം. തൊട്ടപ്പുറത്ത് ഒരു ജസ്റ്റ് ഒരു ആൽപൈൻ സ്റ്റാറും പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട്, അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അടുത്ത തൊട്ടപ്പുറത്തെ റൂം കേട്ടോ. ഇവിടെ ഫുൾ നമ്മുടെ എയറോടെ ഇതൊന്നും എടുത്തു എയറോടെ GP 550 ഫുൾ കാർബൺ ഹെൽമെറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എയറോടെ വന്നിട്ടുണ്ട്. പിന്നെ ഫുൾ ആൽപൈൻ സ്റ്റാറിൻ്റെ പ്രൊഡക്ട്സ് ആണ്. ഇവിടെ മൊത്തം ആൽപൈൻ സ്റ്റാറിൻ്റെ ജാക്കറ്റും കാര്യങ്ങളൊക്കെയാണ്. ഫുൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാനറ്റ് DSGയിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ഓഫറും ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതും നോക്കാം. പ്ലാനറ്റ് DSGയിൽ കിട്ടുന്ന എല്ലാ ഓഫറും നമുക്ക് ഈ ഒരു ഷോപ്പിലും കൊടുക്കും. അപ്പോൾ ഇവിടെ ഫുൾ നമ്മുടെ ആൽപൈൻ സ്റ്റാറിൻ്റെ ഫുൾ മോഡൽസ് ഉണ്ട്. ഇതൊരു വേറെ റേഞ്ച് ഹെൽമെറ്റ് ആട്ടോ എന്ന് പറയുമ്പോൾ എയറോടെ GP 550. ഇത് 36,000 ഉണ്ട് ഇതിൻ്റെ റേറ്റ്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഹെൽമെറ്റ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഹെൽമെറ്റ്. ഒരു നാൾ നമ്മളിതെടുക്കും. എയറോ GP 550 ഇതിൻ്റെ ഫുൾ കാർബൺ ഹെൽമെറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. ഓഫ്, ഇതാണ് സാധനം. ഇതാണ് ഫുൾ കുറച്ച് കാർബൺ ഫൈബറിൻ്റെ കുറച്ച് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. വൈറ്റ്, ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. സൂപ്പർ ഹെൽമെറ്റ്, നമ്മൾ എടുക്കുന്നത് ഒരു ദിവസം. ഇതാണ് നമ്മുടെ കമാൻഡർ, എയറോടെ കമാൻഡർ. ഇത് ഏകദേശം ഇതും 36,000 റുപ്പീസ് ഉണ്ട് കേട്ടോ. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു നമ്മുടെ എയറോടെ അത്യാവശ്യം നല്ല ഒരു ബ്രാൻഡ് എയറോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം. അവരുടെ മോഡൽസ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ എയറോടെ വാലറാണെന്ന് തോന്നുന്നത് ഇവരുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുമ്പോഴത്തേക്കും. ഹെൽമെറ്റൊക്കെ നോക്കിയെടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് സൈസ് നോക്കിയെടുക്കുക. അത് അല്ലെങ്കിൽ ഇതേപോലെ ഹെൽമെറ്റ് മാറേണ്ടി വരും. കാര്യം ഞാൻ വെച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു, പക്ഷേ വെച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ലൂസായി അത് എനിക്ക്. അപ്പോൾ അത് മാത്രമായിട്ട് എനിക്ക് അതൊരു പ്രശ്നമാണ്. ലൂസ് ഹെൽമെറ്റ് മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക. കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. പിന്നെ ഹെൽമെറ്റ് വെക്കുമ്പോൾ നമ്മൾ ഈ നെറ്റിയുടെ അവിടെ ഒന്ന് കൈയിട്ട് നോക്കുക. കൈ കയറുന്നുണ്ടെങ്കിൽ ആ ഹെൽമെറ്റ് എടുക്കരുത്. കൈ കയറാൻ പാടില്ല, നമ്മുടെ വിരൽ കയറാൻ പാടില്ല അങ്ങോട്ടേക്ക്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ നമ്മൾ ഇത് ഉറപ്പിച്ചു കേട്ടോ. THHൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓഫ് റോഡ് ഹെൽമെറ്റാണ് ഞാൻ എടുക്കണേ. അപ്പോൾ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആണ്. പിന്നെ ഞാനിത് മെയിൻലി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ലോക്കൽ യൂസിനാട്ടോ. ഞാൻ അങ്ങനെ ലോങ് ടൂർസൊന്നും പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റൈഡൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മൾ ലോക്കലായിട്ട് എവിടെയൊക്കെ അടുത്ത് ഓടാനൊക്കെ എറണാകുളത്തൊക്കെ ഓടാൻ വേണ്ടിയാണ്. കാരണം ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ ഓഫ് റോഡ് ഹെൽമെറ്റ് വെക്കുമ്പോഴത്തേക്കും നല്ല കാറ്റാണ്, നല്ല എയർ ഫ്ലോ കിട്ടും. അപ്പോൾ നല്ല അടിപൊളിയാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓഫ് റോഡ് ഹെൽമെറ്റ് തന്നെ പ്രിഫർ ചെയ്യണം. അപ്പോൾ അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ചാനൽ, സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും വരെ നിങ്ങൾ സ്വന്തം കൊച്ചിൻ. ബൈ. വേറെ ഹെൽമെറ്റ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഞാൻ എൻ്റെ ബെല്ല് ഹെൽമെറ്റ് ശരിക്കും മിസ് ചെയ്യും എന്തായാലും. കാര്യം അത് പക്ക എൻ്റെ വണ്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ ടൈപ്പ് ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല, അടിപൊളിയായിരുന്നു. അപ്പോൾ വെരി സാഡ്. എപ്പോഴും ഹെൽമെറ്റ് നോക്കുമ്പോൾ സൈസ് നോക്കിയെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും.